ഞങ്ങൾ മലയിറങ്ങി തലക്കാവേരിയിൽ നിന്ന് യാത്രയാവുന്നു. മഞ്ഞിൻ്റെയും മഴയുടെയും അനുഭവങ്ങൾ സമ്മാനിച്ച തലക്കാവേരി, നിനക്ക് നന്ദി 1000. ഒരു നാട്ടുവഴിയുടെ ഈണങ്ങൾ ഞങ്ങൾക്കിപ്പോൾ കേൾക്കാം. അതിൽ കുടകിൻ്റെ ഏകാന്ത വിജനതകളും പ്രാചീന സ്മൃതികളും വിലയം ചെയ്തു കിടക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. അപ്പോഴും തീർത്ഥാടകരെ വഹിച്ച വാഹനങ്ങൾ മല കയറി പോകുന്നുണ്ടായിരുന്നു. മനസ്സ് തലക്കാവേരി വിട്ടുവരാൻ മടിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ അവിടെ തന്നെ പരങ്ങി നിൽക്കുന്നു. ഏതൊരു തീർത്ഥാടകനെയും തിരിച്ചു വരുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പിൻവിളി കുടകിനുണ്ട്. അത് നിഴലുപോലെ നമ്മെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. പാതയുടെ വശങ്ങളിൽ ചെറിയ കടകളുണ്ട്. കുടകിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ. കുടകിലെ വീഞ്ഞും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. മലയിറക്കത്തിൽ മഞ്ഞില്ല, എങ്കിലും നല്ല തണുപ്പുണ്ട്. ദൂരെ മേഘമലകളോട് തൊട്ടുരുമി നിൽക്കുന്ന മലകളും പച്ചപ്പിൻ്റെ ദൃശ്യഭംഗിയും കടന്ന് ഞങ്ങൾ യാത്രയായി. ആകാശത്തിപ്പോൾ വെൺമേഘങ്ങൾ കാണാം, കൂറ്റൻ പഞ്ഞിക്കെട്ടുകൾ പോലെ. കുടകിൽ എവിടെ തിരിഞ്ഞാലും സമൃദ്ധമായ പച്ചപ്പ് തന്നെ, ഭൂമിയുടെ വിശുദ്ധ ചിഹ്നങ്ങൾ, ഏതൊരു സഞ്ചാരിയെയും വല്ലാതെ ആകർഷിക്കുന്ന അടയാളങ്ങൾ. വളവും തിരിവുമുള്ള പാത. വൈകുന്നേരമായാൽ പലപ്പോഴും ഈ പാതകളിൽ മഞ്ഞു വീഴും. യാത്ര പോലും ദുഷ്കരമാകും. നമുക്കിനി മടിക്കേരിയിലേക്കാണ് പോകേണ്ടത്. കുടക് ജില്ലയുടെ ആസ്ഥാനമായ മടിക്കേരി. ഇപ്പോൾ നല്ല തെളിഞ്ഞ പ്രകൃതിയാണ്. മഴയോ മഞ്ഞോ താഴ്വാരങ്ങളിൽ ഇറങ്ങിയിട്ടില്ല. യാത്ര നീളുന്നു. വ്യത്യസ്തങ്ങളായ പ്രകൃതി തേടി, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ തേടി. അപ്പോഴും ഒരു ഗൃഹാതുരത പോലെ തലക്കാവേരി മനസ്സിൽ കനമേറി കിടക്കുന്നു. പാതയിൽ നിന്ന് വെയിൽവെട്ടം മാഞ്ഞിട്ടില്ല. വൃക്ഷത്തലപ്പുകൾ നിഴൽ വിരിച്ച പാതയിലൂടെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ആകാശത്തെ മുട്ടിയെരുമി നിൽക്കുന്ന മലനിരകൾ, സ്വപ്നങ്ങൾ പോലെ പരന്നു കിടക്കുന്ന പച്ചപ്പ്, വിശുദ്ധമായ പ്രകൃതി, നേർത്ത തണുപ്പ്. യാത്രയുടെ പതിവ് താളത്തിലേക്ക് ഞങ്ങൾ പതിച്ചു.
കുടകും തലക്കാവേരിയും പകർന്നു തരുന്നത് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പ്രകൃതിയുടെ വിശുദ്ധ രാഗങ്ങളാണ്. ഒരിക്കലും പ്രകൃതിയുടെ ഈ വിരുന്നിലേക്ക് എത്തിച്ചേരാത്ത സഞ്ചാരികൾ നിർഭാഗ്യവാന്മാരെന്ന് തോന്നിപ്പോകും. അത്രയേറെ സുന്ദരമാണ് ഈ ഭൂമി. ജീവിതത്തിൻ്റെ ആകുലതകളെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാനുള്ള മാന്ത്രിക വിദ്യ ഈ പ്രകൃതിക്കുണ്ട്. മനസ്സിൽ വീണ്ടും ഒരു പിൻവിളി, തിരികെ എത്തുവാൻ. വെൺമേഘങ്ങളുടെ ആകാശം, നീലനിഴലുകൾ പോലെ മലനിരകൾ സുഷുപ്തിയിലാണ്ട് കിടക്കുന്നു. കാഴ്ചകൾ പിറകിലേക്ക് ഓടിപ്പോകുന്നു, തലക്കാവേരിയിലേക്കെന്ന പോലെ, ഒപ്പം മനസ്സും. നമ്മൾ ഏകദേശം താഴ്വാരത്തെത്തിയിരിക്കുന്നു. പാത വിജനമാണ്. വശങ്ങളിൽ നെൽപ്പാടങ്ങൾ കാണാം. പ്രകൃതിയുടെ മറ്റൊരു വിരുന്ന്. ഇന്ന് നമ്മൾ തലക്കാവേരിയോട് വിട പറയുന്നു. ഇനിയൊരിക്കൽ തിരികെ എത്താമെന്ന ഉറപ്പോടെ മനസ്സിലും കുറിച്ചിട്ടു, ഒരിക്കൽ വരും, വരാതിരിക്കില്ല.